18 പേർ മരിച്ച ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ദുരന്തത്തിൽ റെയിൽവേക്കെതിരെ ആരോപണം ശക്തം. അപകടത്തിന്റെ ഗൌരവവും മരണനിരക്കും മറച്ചുവെക്കാൻ ശ്രമിച്ചെന്ന് ആരോപണം. റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ട്രെയിനുകളുടെ പേരിലെ സാമ്യത ആശയക്കുഴപ്പത്തിന് കാരണമായെന്ന് ഡൽഹി പോലീസിന്റെ വിശദീകരണം. പ്രയാഗ്രാജ് എക്സ്പ്രസ് നിർത്തിയിട്ടിരിക്കെ പ്രയാഗ്രാജ് സ്പെഷ്യൽ ട്രെയിൻ എത്തുന്നത് സംബന്ധിച്ച അറിയിപ്പ് അപകടത്തിന് കാരണമായെന്നും വിശദീകരണം. तब रेल मंत्री अश्विनी वैष्णव मौत के आंकड़े छुपाने में पूरी तरह से जुटे हुए थे। और यह सच है कि यह बेशर्मी इनकी नई नहीं है, पहली बार नहीं है, लेकिन इस तरह यह श्रद्धालुओं के लिए भी दिखेगी, यह विस्मित करने वाला है। इनकी ये बेशर्मी हमने पहले भी देखी है। रेल हादसे होते हैं, लोगों की मौत हो जाती है, ये रील बनाते रहते हैं, ये उसको छोटी छोटी घटनाएं बताते रहते हैं। लोग अपने परिजनों को, कल जिन लोगों की मृत्यु हुई उसमें किसी का बेटा, किसी की बेटी, पति, भाई, बहन, मां, पिता, कैसे कैसे लोग मर गए। अश्विनी वैष्णव उसकी मौत के आंकड़ों को छिपाने में जुटे हुए हैं। ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. അരവിന്ദ്, ആദ്യം മുതൽ തന്നെ ഇത്തരത്തിൽ ഒരു വീഴ്ച സംഭവിച്ചു എന്നത് മറച്ചുവെക്കാനുള്ള ശ്രമമായിരുന്നു റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് അടക്കമുണ്ടായിരുന്നത്. അത്തരത്തിൽ ഈ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം ഒക്കെ ക്ലീൻ ആക്കുന്ന ഒരു പ്രവൃത്തിയിലേക്കൊക്കെ പോയിരുന്നു. ഇപ്പോൾ വീഴ്ച പറ്റി എന്നതിൽ സംശയമില്ല. എവിടെയൊക്കെ വീഴ്ച പറ്റി, എന്തൊക്കെ പിഴവുകൾ ഉണ്ടായി, അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഏറ്റവും പുതിയ വിശദീകരണം കൂടി. സ്നേഹ, ഈ അപകടം നടന്നതിന് പിന്നാലെ റെയിൽവേയുടെ വിശദീകരണം ഇപ്രകാരമായിരുന്നു. ഊഹാപോഹങ്ങൾ ആരും പടർത്തരുത്, സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്നായിരുന്നു റെയിൽവേ വിശദീകരിച്ചത്. പിന്നീടാണ് 18 പേരുടെ മരണം സ്ഥിരീകരിക്കുകയും വലിയ ദുരന്തത്തിലേക്ക് ഇന്നലെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ പോവുകയും ചെയ്തത്. ഇതിലാണ് ഇപ്പോൾ റെയിൽവേ മന്ത്രിക്കെതിരെ കോൺഗ്രസ് വിമർശനം ഘടിപ്പിക്കുന്നത്. ഇപ്പോൾ റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം റെയിൽവേ ഏറ്റെടുക്കണം. റെയിൽവേ മന്ത്രി ഇത്തരത്തിൽ റെയിൽവേക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താതെ റീൽസ് എടുത്ത് നടക്കുകയാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത്. ശക്തമായ വിമർശനം റെയിൽവേ മന്ത്രിക്കെതിരെ ഉണ്ടാകുന്നു. മരണസംഖ്യകൾ ഒളിപ്പിച്ചു വയ്ക്കാനുള്ള ശ്രമം റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുവെന്നും ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുകയാണ്. അതേസമയം അപകടത്തിൽ ഇപ്പോൾ ഡൽഹി പോലീസിന്റെ ഒരു വിശദീകരണം പുറത്തുവരികയാണ്. ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത് ഈ ട്രെയിനിന്റെ പേരുകളിലെ സാമ്യം ഈ അപകടത്തിന് കാരണമായെന്നാണ്. പ്രധാനമായും പ്രയാഗ്രാജ് എക്സ്പ്രസും അതുപോലെ തന്നെ പ്രയാഗ്രാജ് സ്പെഷ്യൽ ട്രെയിനുമെന്ന അറിയിപ്പുകൾ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. ഈ പ്രയാഗ്രാജ് എക്സ്പ്രസ് എന്ന് പറയുന്നത് 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ 16-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പ്രയാഗ്രാജ് സ്പെഷ്യൽ ട്രെയിൻ വരുമെന്ന അറിയിപ്പുണ്ടാവുകയും ഈ 14-ാം പ്ലാറ്റ്ഫോമിലേക്ക് പോകേണ്ട ജനങ്ങൾ ഈ 16-ാം പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയതുമാണ് തിക്കും തിരക്കിനും കാരണമായതായി ഇപ്പോൾ ഡൽഹി പോലീസ് വിശദീകരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ പ്രയാഗ്രാജിലേക്കുള്ള 4 ട്രെയിനുകളിൽ 3 ട്രെയിനുകളും വൈകിയാണ് സർവീസ് നടത്തിയത്. ഇതും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചുവെന്നും ഇപ്പോൾ ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നു. എന്തായാലും കുറ്റം റെയിൽവേയുടെ തന്നെ എന്ന ഡൽഹി പോലീസിന്റെ വിശദീകരണത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നതാണ്. കാരണം ട്രെയിനുകൾ വൈകി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ റെയിൽവേ വ്യക്തമാക്കുന്നത് ഒരാൾ ഇത്തരത്തിൽ തെന്നി വീണതാണ് തിക്കും തിരക്കും ഉണ്ടാകാനുള്ള കാരണം. പൂർണ്ണമായും ജനങ്ങൾക്ക് മേലിലേക്ക് പഴിചാരുന്ന നിലപാടാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും വലിയ വിമർശനം റെയിൽവേക്കെതിരെ ഉണ്ടാകുന്നു. റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ഇതിനോടൊപ്പം തന്നെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരിക്കുകയാണ്. 18 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനിയും ആശുപത്രിയിൽ നിരവധി പേരുണ്ട്. അവരിൽ പലരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. സ്നേഹ, തീർച്ചയായും ഡൽഹിയിലെ അതീവ ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. 18 പേരുടെ മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനം റെയിൽവേ മന്ത്രിക്കെതിരെ അടക്കം ഉണ്ടാകുന്നുണ്ട്.